ഹലോ നമസ്കാരം, ഭാവന ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബീഫ് ബിരിയാണിയാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണേ. ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോവാം. ആദ്യമേ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ബീഫിന് നല്ല വേവാണ്, അതുകൊണ്ട് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ടിട്ട് ബീഫിനെ ഒരു കുക്കറിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ട് ഓൾറെഡി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മസാലകളും അതേപോലെ ഗാർലിക്കും ഒനിയനും ടർമറിക് പൗഡറും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീഫിൽ യോജിപ്പിച്ചെടുക്കണം. എല്ലാ ഭാഗത്തും പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഒനിയനും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ബീഫിന് നല്ലൊരു ഫ്ലേവർ വരാനായിട്ടാണ്. ഇനി നമ്മളിത് ഒരു 10 മിനിറ്റ് എടുത്ത് വെക്കുക. എടുത്ത് വെച്ചതിന് ശേഷം, ഇത് ഞാനിപ്പോൾ 10 മിനിറ്റ് എടുത്ത് വെച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫിന് നല്ല വേവാണ്. ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ബീഫ് അനുസരിച്ചിരിക്കും. നല്ല മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എന്തായാലും ഒരു 5-6 വിസിൽ വരുന്നത് വരെയും നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി വേണ്ടത് ഒനിയനാണ്. ഒനിയൻ നൈസായിട്ട് നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നെയ്യിലിട്ട് വഴറ്റിയെടുക്കണം. കൂടാതെ ഈ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിട്ട് ചതച്ചു കൊടുക്കണം. പച്ചമുളകും ഗാർലിക്കും ഇഞ്ചിയും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ, എത്രയൊക്കെയാണെന്നുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി മസാല ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. ഒനിയൻ എടുത്തിട്ടുണ്ട് ഞാൻ. ഒനിയൻ ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞതാണ്, 4-5 എണ്ണം. പിന്നെ ബീഫ് വേവിച്ച വെള്ളമാണിത്. പിന്നെ ബീഫ് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് വെച്ചതാണ്. പിന്നെ നെയ്യിലിട്ട് വഴറ്റിയ ഒനിയൻ, കൊറിയാൻഡർ ലീവ്സും മിന്റ് ലീവ്സും നുറുക്കിയത്, പിന്നെ ചതച്ചെടുത്ത പച്ചമുളക്, ഗാർലിക്, പിന്നെ ടൊമാറ്റോസ്, ഒരു 3 ടൊമാറ്റോസ്. ഇത്രയുമാണ് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഇത് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ്. 1 കിലോ റൈസാണ് കേട്ടോ, കുക്ക്ഡ് റൈസാണ് എടുത്തിരിക്കുന്നത്. ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. അന്നപ്പോൾ ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു ഒന്ന് ചൂടായി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോസ് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് കിട്ടണം ടൊമാറ്റോസ്. ഏകദേശം ടൊമാറ്റോ നന്നായിട്ട് വെന്തടിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടണം കേട്ടോ ടൊമാറ്റോ. എടുത്തു വെച്ചിരിക്കുന്ന ഒനിയൻസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ചതച്ചെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ജിഞ്ചർ, ഗാർലിക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല പൗഡേഴ്സ് എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മണമെല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വരണം കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ടുകൊടുത്ത് ഈ മസാലയോട് കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതാണ് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം. അതിലെല്ലാം മസാലയും ഉണ്ട്, കൂടാതെ ബീഫിൻ്റെ നെയ്യും ഉണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് ബീഫിൻ്റെ വെള്ളം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവസാനം എന്തിനാന്നുള്ളത് ഞാൻ പറയാം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ്, ബീഫ് എല്ലാം കൂടെ പാത്രത്തിൻ്റെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഈ റൈസ് നമ്മൾക്കിങ്ങനെ ഈ പിക്ചറിൽ കാണുന്ന പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയ്ക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന ഒനിയനും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതും കൂടി ഇട്ടിട്ട് ഒരു ലെയറാക്കി കൊടുക്കാം. ബീഫ് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും റൈസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓരോരോ ലെയറായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും കൊറിയാൻഡർ ലീവ്സും മിന്റ് ലീവ്സും ഇട്ട് കൊടുക്കുക. പിന്നെ ഡ്രൈഡ് ഒനിയൻ ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഗരം മസാലയും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്.
ഞാനെന്തായാലും ഏറ്റവും അവസാനം കുറച്ച് ഗരം മസാലയും പെപ്പർ പൗഡറും മുകളിൽ വിതറി കൊടുക്കും. എല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം, ലെയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ എല്ലാം തന്നെ റൈസസും പിന്നെ ബീഫും എല്ലാം കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ലെയറായിട്ട് നമുക്ക് ബിരിയാണി ജസ്റ്റ് ഒന്ന് ദം ചെയ്യാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് ഒരേ പോട്ടിൽ തന്നെ കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ആയിട്ടുണ്ട്. ഇനി ബാക്കി വന്നിരിക്കുന്ന എല്ലാ ഡ്രൈഡ് ഒനിയൻസും അതേപോലെ മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും എല്ലാം ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നിങ്ങൾക്ക് കുറച്ച് ഗരം മസാലപ്പൊടി വിതറി കൊടുക്കാവുന്നതാണ്. ഈ എടുത്തു വെച്ചിരിക്കുന്ന ഈ നെയ്യുണ്ടല്ലോ, ബീഫിൻ്റെ നെയ്യ് കുക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ചെറുതീയിലിട്ട് വേവിക്കാം. നമ്മുടെ ബീഫ് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബീഫ് ബിരിയാണി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ മണം അറിയോ? ഏതൊരു സ്പെഷ്യൽ ഒക്കേഷനും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബീഫ് ബിരിയാണി. ഇലയിലാണ് ഞാനിത് സെർവ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബീഫ് ബിരിയാണി സെർവ് ചെയ്യാണ് കേട്ടോ ഞാൻ. ഇതിൻ്റെ കൂടെ നല്ല സാലഡ്, അച്ചാറ് ഒക്കെ ഉണ്ടാക്കുക, ഒരു പപ്പടം, ഇതെല്ലാം കൂടെ ഉണ്ടാക്കി സെർവ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബീഫ് ബിരിയാണി, വളരെ ടേസ്റ്റുമാണ്. ഇതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല വിഭവങ്ങളുമായിട്ട് ഭാവന സുട്ടിയപ്പോൾ കൊടുക്കണം.